ക്ഷമേ പാപ്പനംകോട് ഒരു കൊലപാതകം നടന്നു. ഈ കൊലപാതകം നടന്നപ്പോൾ പോലീസ് ആദ്യം പറഞ്ഞത് ഇത് AC പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് വൈഷ്ണ എന്ന് പറഞ്ഞൊരു യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്ന്. അപ്പൊ പോലീസ് ആദ്യം എന്തുകൊണ്ടാണ് ഇത് AC പൊട്ടിത്തെറിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞത്? പോലീസിന് അത് AC പൊട്ടിത്തെറിച്ച് മരിക്കുന്നതും പെട്രോൾ ഒഴിച്ച് കൊലപാതകം നടത്തുന്നതും പ്രഥമ ദൃഷ്ടിയാ കണ്ടാൽ മനസ്സിലാവില്ലേ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്നല്ലേ ഇത് കാണുന്നത്, ഈ സംഭവം കാണുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു സംശയം വന്നതാകാം, പക്ഷെ അത് ഒരു കാരണവശാലും വരാൻ പാടില്ല. AC പൊട്ടിത്തെറിച്ചതാണെന്ന് അതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ വ്യക്തിക്ക് ഉണ്ടാകുന്ന പരിക്ക്, അതായത് വ്യക്തിയിലേക്ക് തന്നെയാണ് തീ കൊളുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് ബോഡി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ചുറ്റുമുണ്ടായിട്ടുള്ള ഒരു തീപിടുത്തത്തിൽ ഒരാൾക്ക് തീ പൊള്ളൽ ഏൽക്കുന്നതും ഒരാളെ കൃത്യമായി കത്തിക്കുന്നതും തമ്മിൽ ഈ തീ കത്തിക്കുന്നതിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. കത്തി അമർന്നു പോകും. ഒരാളെ ആ വ്യക്തിയെ തന്നെയാണ് ആക്രമിച്ചതെന്ന് നമുക്കത് മനസ്സിലാകും. ആ ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് പെട്രോൾ കോരി ഒഴിക്കുക, ശേഷം തീയിടുന്നതും, അതുപോലെ ഈ ചുറ്റുമുള്ള തീപിടുത്തത്തിനിടയിൽ അപ്പോൾ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പൊള്ളൽ ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യാസം ഇക്കാര്യത്തിൽ വരാറുണ്ട്. എന്തായിരുന്നു കാരണം അതിനുള്ള? അയാൾക്ക് പ്രണയപ്പക. ഭർത്താവാണ്, ഇവരുടെ ഭർത്താവോ? അവരുടെ ഭർത്താവാണ് ബിനു. ഭർത്താവ് തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയത്? അതെ, ഇവരുടെ ഭർത്താവ് തന്നെ, രണ്ടാമത്തെ ഭർത്താവാണ്. രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറയുന്നത്, ഇവർക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാം, എന്നാലും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് വലിച്ചിടുന്ന മോശമാണ്. ഡിവോഴ്സ് ആയി. പിന്നെ പേര് വലിച്ചിടേണ്ട ആവശ്യമില്ല. പേര് വലിച്ചിടേണ്ട മോശമല്ലേ? അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഈ ബിനു. ഇവർ തമ്മിൽ, അതായത് ആദ്യ ഭർത്താവും വൈഷ്ണയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഈ ഭർത്താവ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ ബിനുവിനെ ഏർപ്പാടാക്കി. പ്രശ്നം പരിഹരിക്കാനെത്തിയ ബിനു ഒടുവിൽ വൈഷ്ണയ്ക്കൊപ്പം താമസമായി. ഇവർ തമ്മിൽ പ്രണയത്തിലായി. പ്രശ്നം പരിഹരിക്കാനെത്തിയ ഇയാളും വൈഷ്ണയും തമ്മിൽ പ്രണയത്തിലാവുകയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബിനു വൈഷ്ണയെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വിവാഹം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. വൈഷ്ണയും ബിനുവുമായി പ്രശ്നങ്ങളാണ്. വൈഷ്ണ ഇതിനിടയ്ക്ക് നേമം പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ ബിനു ഭീഷണിപ്പെടുത്തുന്നു, ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൈഷ്ണ കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ പോലീസ് ചെയ്ത പരിപാടി ബിനുവിനെ വിളിച്ചു വരുത്തി ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി ഒപ്പിടിയിച്ചു. അത് മാത്രമേ ചെയ്തുള്ളൂ. നടപടി എടുത്തില്ല പോലീസ്. നടപടി എടുക്കണമായിരുന്നു. നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. ഇതിനുശേഷം ഈ വൈഷ്ണ എന്ന് പറയുന്ന സ്ത്രീ സ്ഥിരമായി മുളക് പൊടി കൂടെ കൈ കൊണ്ടു കിടക്കുമായിരുന്നു. ഈ മരണപ്പെട്ട ദിവസവും ബാഗിനകത്ത് മുളക് പൊടി ഉണ്ടായിരുന്നു. അതായത് ഇവന്റെ ഭാഗത്ത് നിന്ന്, ഈ ബിനുവിന്റെ ഭാഗത്ത് നിന്ന് ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രശ്നം ബിനുവും വൈഷ്ണയും പ്രണയത്തിലായി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നം ടോക്സിക് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി കൊണ്ടു കിടക്കേണ്ട കാര്യമുണ്ട്. പ്രശ്നമുണ്ടാക്കി ഇവൻ പിന്നെയും പ്രശ്നക്കാരൻ പിന്നെയും വരുമെന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടല്ലേ മുളക് പൊടി കൊണ്ടു കിടന്നത്. അപ്പോൾ മുളക് പൊടി കൊണ്ടു കിടക്കുന്ന രീതിയിൽ അത്രത്തോളം ഒരു പ്രശ്നക്കാരനാണ് ഇവരെന്ന കുട്ടി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് മുളക് പൊടി കൊണ്ടു കിടന്നത്. മുളക് പൊടി കൊണ്ടു കിടന്നിട്ടും കാര്യമുണ്ടാവില്ല. ഇവൻ അതിനകത്ത് കയറി പെട്രോൾ എടുത്തൊഴിച്ചു, ഇവന്റെ ദേഹത്ത് ഒഴിച്ച് കത്തിച്ചെന്നുള്ളത്. അത് നിമിഷം നേരം മതിയല്ലോ. പെട്രോൾ എടുത്ത് പിടിച്ചു നിർത്തി പെട്രോൾ എടുത്ത് രണ്ടുപേരുടെയും കൂടെ ദേഹത്ത് ഇതാക്കി. രണ്ടുപേരുടെ ദേഹത്ത് ഒഴിച്ചല്ലേ? രണ്ടുപേരുടെ. അവനും മരിക്കാനുള്ള കത്തി കരിഞ്ഞു പോയി. DNA എടുക്കുമല്ലേ? അവനാണ് എന്നുള്ളത് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിച്ചിട്ടില്ല. അവന്റെ മാതാവിന്റെ DNA എടുത്തിട്ടുണ്ട്. ഇനി ആ ബോഡിയിൽ നിന്ന് കത്തിക്കരിഞ്ഞു പോയി. കത്തിക്കരിഞ്ഞ് എന്താ പറയാ, കത്തിക്കരിഞ്ഞ് ഒടിഞ്ഞു പോയി. ബോഡി ഒടിഞ്ഞു പോകും. ഒരുപാട് കത്തി വരുമ്പോഴേ ബോഡി ഇങ്ങനെ കത്തി ഒടിഞ്ഞു പോകും. അത് അത്രയും പെട്രോൾ കോരി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടർപ്പനും കാണും. പെട്രോളും ടർപ്പനും ആകുമ്പോഴാണ് നിന്ന് കത്തും. ടർപ്പനും പെട്രോളും കൂടെ മിക്സഡ് ആണെങ്കിൽ അത് നിന്ന് കുറെ നേരം. പെട്രോൾ ആണെങ്കിൽ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന? ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാർ. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു? അവിടെ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് ചെറിയ ഓഫീസാണ്, ഒരു കെട്ടിടത്തിന്റെ മുകളിലെ ചെറിയൊരു ഓഫീസ്. അതിലാണ് ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടേക്ക് പിന്നെ ചെന്നത്. അപ്പോൾ ആദ്യം ഘട്ടത്തിൽ പോലീസ് വിചാരിച്ചു ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, ഒരു പുരുഷനും മരണപ്പെട്ടു, 2 ബോഡി അവിടെ ഉണ്ട്. അപ്പോൾ സ്ത്രീ അവിടുത്തെ ജീവനക്കാരിയാണെന്ന് ആദ്യ ഘട്ടത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു. കാരണം അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളുണ്ടല്ലോ, അത് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. മാത്രമല്ല കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ തീ പിടിക്കുന്ന സമയത്ത് ഈ വൈഷ്ണവയുടെ അമ്മ ആ പാപ്പനംകോട് ജംഗ്ഷനിൽ ബസ് ഇരിക്കുക. ബസ്സിൽ ഇരുന്ന് അമ്മയത് കണ്ടു. അമ്മ പിന്നെ ഉടനെ എന്താണ് സംഭവം? അപ്പൊ അമ്മയ്ക്ക് അറിയാതിരിക്കണം ഇവനിൽ നിന്നുള്ള ഭീഷണിയെ കുറിച്ച് ഈ അമ്മയോട്
വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവർ നിയമ സ്റ്റേഷനിൽ ചെന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. പിന്നീട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പോലീസ് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവർ ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് വൈഷ്ണയുടെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹവും ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ യുവതിക്ക് എത്ര വയസ്സുണ്ട്? 35 വയസ്സുണ്ടാവും. 35 വയസ്സുണ്ട്. 35 വയസ്സ്. മക്കളുണ്ടോ? 2 മക്കൾ, ഒരു ആൺകുട്ടിയും. അത് ആദ്യ ഭർത്താവിലുണ്ടാ? ആദ്യ ഭർത്താവിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ഇവർക്ക് ഒപ്പം വൈഷ്ണവ് വേറൊരു വീടെടുത്ത് താമസിക്കുമായിരുന്നു. ഈ ബിനുവിന്റെ നരുവമൂടുള്ള വസതിക്ക് സമീപത്ത് തന്നെ ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വൈഷ്ണവ് വരാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷെ അവർ ആ തീരുമാനം മാറ്റി. ഈ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന പോലെ ഭർത്താവിനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ എത്തിയ ആളുമായിട്ട് കയറി പ്രണയത്തിലാവും. ആ പ്രണയത്തിലാവുന്നതിനോട് നമ്മളൊന്നും പറയുന്നത് അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ പോയി ചാടി കൊടുത്താൽ പിന്നെ ജീവൻ പോകും. അതെ, ജീവൻ പോകും. അതിനകത്ത് പിന്നെ നോക്കി നിന്നിട്ട് ടോക്സിക് മാത്രമല്ല, ഇവൻ ക്രിമിനൽ ആണ്, അവനൊരു സൈക്കോപാത്ത് കൂടെ. സൈക്കോപാത്തുമാണ് അവൻ. സൈക്കോപാത്ത് ആണെന്ന് മാത്രമല്ല, അവൻ സൈക്കോപാത്തും അവന്റെ കയ്യിൽ ഇത്തിരി കൃത്രിമം ഉള്ളത് കൊണ്ടല്ലേ സ്വന്തം സുഹൃത്തിന്റെ ഭാര്യയെ കയറി പ്രണയിച്ചത്. പ്രശ്നം പരിഹരിക്കാനല്ലേ അദ്ദേഹം ഇവനെ വിളിച്ചു വരുത്തിയത്. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു വരുത്തി അയാളെ നിയമപരമായിട്ട് അവരെ ഡിവോഴ്സായി. അവർ ഡിവോഴ്സായി. അത് കഴിഞ്ഞു പോയ കേസാണ്. അതിനുശേഷമാണല്ലോ ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലാതെ പോയി ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുക മറ്റൊരു വിവാഹം പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഹിന്ദു മാരേജ് ആക്ട് അങ്ങനെയാണല്ലോ. അത് പ്രകാരം ഇങ്ങനെ ഒരാൾക്ക് ഒരാളെയല്ല വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ആര്യ സമാജമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ മാത്രമായിട്ട് അതാണെങ്കിൽ 6 മാസത്തെ വാല്യൂ ഉള്ളൂ. അത് എന്താ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിന് പോലും 6 മാസം കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല ആ കാര്യം പോലും. അപ്പൊ ഇങ്ങനൊരു സംഭവത്തിൽ ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷനിനകത്ത് പോയി ചാടിയിട്ടാണ്. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട്? ആ 2 കുഞ്ഞുങ്ങൾ അനാഥരായി കളഞ്ഞില്ലേ. ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കണം എപ്പോഴും. ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷനുകളിൽ പോയി ചാടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ മുളക് പൊടിയും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. നമ്മൾ എത്രയോ കേസുകൾ ഇങ്ങനെ കണ്ടതാ. അല്ല, ഇത് കേരള പോലീസിന്റെ ഒരു അനാസ്ഥ കൂടെയാണ്. കാരണം അവര് കൃത്യമായിട്ട് ആ സമയത്ത് ആക്ട് ചെയ്തെങ്കിൽ, അല്ല അവരെ കൊണ്ട് എനിക്ക് തോന്നുന്നു അവര് എല്ലാ നിയമപരമായിട്ട് ആദ്യം താക്കീത് കൊടുത്ത് വിടുക എന്നുള്ളത് തന്നെയാണല്ലേ. അല്ല, ഇങ്ങനെയുള്ള പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കി FIR ഇടണമെന്നേ. കുഴപ്പക്കാരല്ലാത്ത എന്നാൽ ഒരു ഇച്ചിരി വിരട്ട്, നമ്മുടെ ഈ ആറാട്ടണ്ണനെയൊക്കെ പോലുള്ളവരുണ്ടല്ലോ, ഒരു വിരട്ട് കൊണ്ട് കഴിഞ്ഞാൽ പേടിച്ച് വീട്ടിൽ കയറുന്ന സെൻസ് ചെയ്യാൻ പറ്റണം. സെൻസ് ചെയ്യാൻ പറ്റണം. ഇവൻ ക്രിമിനൽ ആണ്, ഇവൻ ഉപദ്രവിക്കും എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പോലീസിന് മനസ്സിലാവുന്നില്ല ആ കുട്ടി എത്രത്തോളം ഗൗരവമായി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മുളക് പൊടിയും കൊണ്ട് കിടക്കുന്ന ഒരു കുട്ടി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ഇവനൊരു താക്കീത് കൊടുത്തു വിടണമെന്ന് പറയത്തില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടി പോയി പരാതി കൊടുക്കുമ്പോൾ ഇവനെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഇത് കേസ് എടുക്കണമായിരുന്നു, കേസെടുത്ത് അവനെ പൂട്ടണമായിരുന്നു. ഇങ്ങനെയുള്ളവരെ പുറത്തുവിട്ടാനുള്ള പ്രശ്നം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നേ. ഇങ്ങനെയുള്ളവരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു തവണ താക്കീത്. മറ്റേ കണ്ണൂരത്തെ കൊച്ചിനെ അങ്ങനെയായിരുന്നു. ആദ്യം പരാതി കിട്ടിയപ്പോൾ അവരെ പിടിച്ച് വരട്ടി, പോലീസ് പിടിച്ച് വരട്ടിയിട്ട് ആക്രമിക്കില്ല. ഇങ്ങനെ ഈ സംഭവിച്ചിട്ടുള്ള എല്ലാ കേസുകളും പരിശോധിച്ചു നോക്കും. എല്ലാം ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. എല്ലാ ഇരകൾ അല്ലെങ്കിൽ ഇരകളുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലും ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കേസുകളും എടുത്തു. ഏതാണ്ട് 90% ഈ ഇരകൾ പരാതിയുമായി പോയിട്ടുണ്ട്. ആ പരാതിയുമായി പോയപ്പോൾ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല. പോലീസ് അതിനെ ലാഘവത്തോടെ എടുത്തു. ഇപ്പൊ പോലീസ് എന്ത് ചിന്തിച്ചതെന്ന് അറിയാമോ? ചിന്തിച്ചാണ് അവൾ ആദ്യത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, കൂട്ടുകാരനെ കെട്ടി, ഇനി കൂട്ടുകാരെ ശല്യമൊന്നും പറഞ്ഞ് കയറി ഇറങ്ങി നടക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടി പോലീസ് അങ്ങനെ വിചാരിച്ചാണോ അവൾക്ക് ഇപ്പൊ വലിയ കാര്യമായി ഇപ്പൊ എന്ന് വിചാരിച്ചാണ്. അതാണ് ഒരു ജീവൻ പോയില്ലേ. ഒരാൾക്ക് ഒരാളോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വലിന് തീരുമാനിക്കാം. ഞാൻ ഒരാളുടെ കൂടെ പ്രായപൂർത്തിയായ ഞാൻ മറ്റൊരു സ്ത്രീയോട് ഒരുമിച്ച് എനിക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം. അതിനകത്തൊന്നും തെറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. നിയമപ്രകാരം പോലും അത് തെറ്റില്ല. ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാളെ ഒരു തവണ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും എന്നുള്ളത്. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും വിവാഹം കഴിക്കരുത്. പക്ഷെ പോലീസ് ഇത്തരത്തിലുള്ള നിയമം പഠിച്ചിരിക്കും. നിയമങ്ങളെല്ലാം അവർക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനെയുള്ള പ്രശ്നക്കാരന്മാർ വരുമ്പോൾ വെറുതെ വിടാൻ പാടുണ്ടോ? ഇപ്പൊ ഇവിടെ മുൻ ഭർത്താവ് ഇതിൽ എന്തെങ്കിലും പറഞ്ഞായിട്ട് അറിവുണ്ടോ? ഇല്ല, അദ്ദേഹം ഒന്നുമില്ല, രംഗത്ത് വന്നില്ല. ഒരു വേറൊരു സംഭവം അറിയാമോ? പണ്ട് പിന്നെ ഈ ഇതുണ്ടായ സമയത്ത്, ഈ പിന്നെ പ്രളയം ഉണ്ടായ സമയത്ത് ഒരു യുവതി മാരീഡ് ആയിട്ടുള്ള യുവതിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി കാറിൽ കറങ്ങാൻ പോയി. അവര് ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന സമയത്താണ് ഇത് സംഭവം ഉണ്ടാകുന്നത്, ഈ പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ ചപ്പാത്തിൽ വെള്ളം കയറിയപ്പോൾ ഇവർക്ക് ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ ആളുകൾ പറഞ്ഞു പോരുത്, വെള്ളം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ഈ ജോലി സമയം കഴിയുന്നതിന് മുമ്പേ വീട്ടിൽ എത്തണ്ടേ? വീട്ടിൽ എത്തിയില്ലെങ്കിൽ ഭർത്താവ് പിടികൂടും. ഈ വിഷയം ഭർത്താവ് അറിയും.
അപ്പൊ എന്ത് ചെയ്യുന്നു, റിസ്ക് എടുത്ത് ചപ്പാത്തിലൂടെ വണ്ടി ഓടിച്ചു. വണ്ടി ഒഴുകിപ്പോയി. ആ ബോഡി കിട്ടിയ സമയത്ത് ആരുണ്ടായിരുന്നു അറിയാമോ? ആ ബോഡി കൊണ്ടുപോകാനായിട്ട് ആകെപ്പാടെ ആ യുവതിയുടെ വീട്ടുകാർ പോലും വന്നില്ല, ഈ ഭർത്താവ് മാത്രം വന്നു. ആ മനുഷ്യൻ മോർച്ചറിയിൽ അവിടെ വന്ന് നിന്ന് ഈ ബോഡി ഏറ്റെടുത്ത് കൊണ്ടുപോയി അദ്ദേഹമാണ് കൊണ്ടുപോയി സംസ്കരിച്ചത്. വേറെ ആരും, അവരുടെ വീട്ടുകാർ പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. പക്ഷെ ആ ഭർത്താവ് മാത്രം അവിടെ വന്നിരുന്നു. അയാൾ അതിനെ ഫേസ് ചെയ്തു. അയാൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, സ്വന്തം കുഞ്ഞിന്റെ അമ്മയല്ലേ, അപ്പൊ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അത് ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഇവിടെയും അദ്ദേഹം നിസ്സംഗനായി നിൽക്കുന്നു, പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ട്രോമ വലുതായിരിക്കും. കുഞ്ഞുങ്ങളെ അയാൾ നോക്കുമായിരിക്കും. പിന്നെ അദ്ദേഹം നോക്കണം, അദ്ദേഹം ഏറ്റെടുക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ അനാഥരാക്കി വിടാൻ പറ്റും. അനാഥരാക്കി വിട്ടു കഴിഞ്ഞാൽ അത് സംഭാവന ചെയ്യുന്ന എന്തായിരിക്കും? ഒരു കുഞ്ഞ് അനാഥമാവുമ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ അനാഥമാക്കി കഴിഞ്ഞാൽ, അല്ലെ, ഈ കുഞ്ഞുങ്ങളെ അച്ഛന്മാർക്ക് കൊടുക്കില്ല എന്നൊരു നടപടിയാണല്ലോ കോടതി എപ്പോഴും സ്വീകരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ അച്ഛന്മാർക്ക് കൊടുക്കാതെ അമ്മമാർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ അമ്മമാർക്കും വേറൊരു ജീവിതം ഉണ്ടാവുമല്ലോ. അതിൽ വരുന്ന ഈ ഭർത്താക്കന്മാര്, അതായത് കുഴപ്പക്കാരന്മാരാണെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനുള്ള സാധ്യത. അങ്ങനെ എത്രയോളം കേസുണ്ട്. ആ തൊടുപുഴയിലത്തെ കേസാണ്. അതെ, എന്തോരം കേസുണ്ട്. അവൻ കാലേ വാരി എടുത്ത് ഭിത്തിയിലടിച്ചാണ് കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. അവൻ ഇപ്പോഴും പിന്നെ അത് കിടക്കുക, അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇത് നമ്മൾ എന്താ പറയുക, ഒരു കുഞ്ഞിനെ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഒരു കുഞ്ഞിനെ നമ്മൾ അനാഥമാക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ക്രിമിനലിനെ സമൂഹത്തിന് സംഭാവന ചെയ്യുകയാണ്. നമ്മൾ ഒരു കുഞ്ഞിനെ അനാഥമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്രിമിനലിനെ സമൂഹത്തിൽ സംഭാവന ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുന്ന, ആ കുഞ്ഞിനോടും ചെയ്യുന്ന ദ്രോഹമാണ്, സമൂഹത്തോടും ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അവന് സുരക്ഷിതരല്ലാതെ അവനോ അവളോ അരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ അതിൽ ജനിക്കും. ആ ക്രിമിനൽ നമ്മുടെ ജനിക്കുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ട്. ആ ക്രിമിനൽ പക്ഷേ അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വളരുമ്പോൾ എന്ത് ചെയ്യും? സമൂഹത്തോട് അതിന് പകയുണ്ടാകും. അതിലൂടെ ഒരു ക്രിമിനൽ വളർന്നു വരും. ആ ക്രിമിനലാണ് പിന്നീട് മറ്റൊരു ക്രിമിനലിനെ, ഒരു ക്രിമിനൽ സമൂഹത്തിന് ചെയ്യുന്ന മറ്റൊരു ക്രിമിനലിനെ സംഭാവന ചെയ്യും. ഒരു ക്രിമിനൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എങ്കിലും മറ്റൊരു ക്രിമിനലിനെ സംഭാവന ചെയ്തിരിക്കും. അതാണ് കണക്ക്.